ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ? വേഗം വായോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശ, ഹൈ പ്രോട്ടീനുള്ള. അതിന് 2 കപ്പ് ചെറുപയർ കഴുകി വെള്ളത്തിലിട്ട് രാത്രിയിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ: 5 പീസ് വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, കുറച്ച് കുരുമുളക്, കുറച്ച് ഉലുവ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. 3 മുട്ടയും കൂടെ ചേർത്ത് ഒരു കറക്കും കൂടെ കറക്കാം. അങ്ങനെ മുട്ടയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തോരാണോ മിക്സിയിൽ ചെറുപയർ ഇടുന്നത് അതിൻ്റെ മുകളിൽ നികക്കെ നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. നല്ല ചൂടായ ദോശക്കല്ലിലോട്ട് ശരിക്കും ഒന്ന് എണ്ണ അങ്ങോട്ട് എടുത്ത് തൂത്ത് കൊടുത്ത് ഇനി ഒരു തവി ദോശമാവ് എടുത്ത് ഈ കല്ലിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്താലോ? എന്തിനാ വെയിറ്റ് ചെയ്യുന്നല്ലേ? കല്ല് ചൂടായി കിടക്കല്ലേ, ഒഴുക്കി. ഇപ്പം ശരിയാക്കി തരാം കേട്ടാ. അങ്ങനെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇനിയിപ്പം ഇതിന് കൂട്ടി കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ പെട്ടെന്ന് ഒരു ചട്നി ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചട്നി. ചട്നിക്ക് ആവശ്യമായത് 4 ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് ഉണക്കമുളക്, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചമ്മന്തിക്ക് ആവശ്യമുള്ള എല്ലാം നന്നായിട്ട് അരച്ച് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പ്രോട്ടീൻ ദോശയും ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയല്ലേ? കഴിക്കുമല്ലേ? അപ്പോൾ ഇത്രയും മുട്ടയുടെ മഞ്ഞ കഴിക്കരുത്, ഒരു മുട്ടയുടെ മഞ്ഞയും കഴിക്കുള്ളൂ, ബാക്കിയെല്ലാം വെള്ളയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോട്ടീനായി. അപ്പോൾ വേഗം കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും കൊതി വിടാതെ പോയി ഉണ്ടാക്കി കഴിക്കും.